ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 13, 2026 ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പം ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. 2020 ജനുവരി 13 ശുക്രൻ മകരൻ രാശിയിലേക്ക് മാറുന്നത്. അതായത് കാലപുരുഷൻ്റെ കർമ്മസ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം. ഫെബ്രുവരി 5 വരെ ആ ശുക്രൻ മകരൻ രാശിയിലുണ്ടാകും. അപ്പോൾ മകരൻ രാശി എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം മിത്രരാശിയാണ്. ഇപ്പോൾ ശുക്രൻ പൊതുവെ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളുടെയും സൗന്ദര്യം, അതുപോലെ പ്രണയം, ചയനസുഖം, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ബിസിനസ്, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആസ്വാദനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇവയുടെയൊക്കെ ഒരു ഗ്രഹമാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശുക്രൻ പ്രത്യേകിച്ച് മകരൻ രാശിയിലേക്ക് വരുമ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും അത് വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ശുക്രൻ്റെ രാശിമാറ്റം, മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് പോസിറ്റിവിറ്റി ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ 3ാം ഭാവാധിപനാണ്, അതുപോലെ 10ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി 13 അവരുടെ 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 5 വരെ ആ ശുക്രൻ 6ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം 3ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ൽ വരുന്നതിനാൽ പ്രത്യേകിച്ച് സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ വഴിയൊക്കെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം. അവരുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ ചതി, വഞ്ചന, കബളിപ്പിക്കൽ ഇവയിൽ പെടാതെ നോക്കണം. സംസാരത്തിൽ ഒരു കെയർ വേണം. അതുപോലെ തന്നെ ഈ അയൽവക്കക്കാരുടെ ചില പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ നമ്മുടെ തൊഴിൽപരമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ ഈ നീതിന്യായം, ജയില്, അതുപോലെ ആരോഗ്യ മേഖല, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ശുക്രൻ്റെ ഈ 6ലെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യുമെന്ന് പറയാം. തൊഴിലിൽ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ കർമ്മഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിൽപരമായിട്ട് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ മറ്റുള്ളവരുടെ പകരക്കാരനായോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തൊഴിലിടത്ത് തന്നെ മറ്റുള്ളവരുടെ ഒരു പ്രതിനിധിയായിട്ടോ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം. ചിലപ്പോൾ ഉയർന്ന ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം സമയത്തുണ്ടാകാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ട്രാൻസ്ഫറിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളുള്ളവർക്ക് ആ വ്യവഹാരങ്ങൾ അതിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട്, ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയും അതുപോലെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് കർമ്മസംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. സുഖസ്ഥാനാധിപനായിട്ടുള്ള ചൊവ്വ 16 മുതൽ ഈ 6ൽ ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നുണ്ട്. ശുക്രനോടൊപ്പമൊക്കെ ആ കുജൻ സ്ഥിതി വരുന്നുണ്ട്. ഇപ്പം കുടുംബത്തിൽ നമുക്ക് ഒരു ചെറിയ സുഖക്കുറവ്, ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ടെൻഷൻ, ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം. ശുക്രൻ 6ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതേസമയം വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകും. വിദേശയാത്രകൾ, അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷണം,
ഇവയൊക്കെ നമുക്ക് ഊർജ്ജസ്വലമാക്കാൻ കഴിയും. വിദേശ ബിസിനസ്സുകാർക്ക് പ്രശ്നങ്ങളൊക്കെ കുറയുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. ശുക്രൻ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയും ഈ 6-ൽ വന്നിട്ട് 12-ലേക്കൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് ക്രമേണ. അപ്പോൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ചെലവ് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പല തരത്തിലുള്ള ചെലവ് ഈ സമയത്ത് വന്നുപെടാം. പ്രത്യേകിച്ച് 12-ൽ ശുക്രൻ്റെയും സൂര്യൻ്റെയും ജന്മരാശ്യാധിപനായ സൂര്യൻ്റെയൊക്കെ സൂര്യൻ 14-ന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ദൃഷ്ടി ഈ 12-ൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സുഖച്ചെലവായിരിക്കാം സാധ്യത. അതുപോലെ തന്നെ ചിലർക്ക് ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പണം ചെലവ് ചെയ്യുന്നതിനോ ദൂരയാത്രകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ മെഡിക്കൽ എക്സ്പെൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ഈ ആതുര സേവനങ്ങളിൽ ഈശ്വരചിന്തയിലൊക്കെ മനസ്സർപ്പിച്ച് പോകുന്നവർക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും. അവരുടെ ടെൻഷനൊക്കെ കുറയുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ 2-ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനാണ്, 9-ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ ജനുവരി 13-ന് അവരുടെ 5-ാം ഭാവരാശിയിലേക്ക് ത്രികോണ രാശിയിലേക്കാണ് രാശി മാറുന്നത്. 2-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 5-ൽ സ്ഥിതി വരുന്നത് പ്രത്യേകിച്ചും മറ്റുള്ളവരുടെയൊക്കെ സഹായം കൊണ്ട് നമുക്ക് പണം കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠന മികവൊക്കെ സാധ്യമാകുന്ന സമയമാണ്. കലാതലങ്ങളിലൊക്കെ തിളങ്ങുന്ന സമയമായിരിക്കും. ശുക്രൻ 2-ാം ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ധനപരമായിട്ട് സുഖാനുഭവം ഉണ്ടാകുമെന്ന് പറയാം. കുടുംബത്തിൽ സുഖാനുഭവം, പ്രത്യേകിച്ച് ഇപ്പോൾ വസ്തുക്കളോ വാഹനമോ അല്ലെങ്കിൽ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനോ ഒക്കെ അനുകൂല ഒരു തീരുമാനം, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. പൊതുവെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം, ഇപ്പോൾ ഈ കുടുംബത്തിൽ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബിസിനസ്സിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം ശുക്രൻ ഭാഗ്യഭാവാധിപനും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാഗ്യസ്ഥാനത്താണ് വരുന്നത്. 5-ൽ വരിക എന്ന് പറയുമ്പോൾ ആ ഭാഗ്യഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും പഠനം നടത്തുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഗവേഷണം, അതുപോലെ ഗവേഷണമൊക്കെ വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പരീക്ഷകളിലൊക്കെ ഉന്നത പഠനം നടത്തുന്നവർക്കൊക്കെ പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയം സാധ്യമാകുന്ന സമയമാണ്. ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, കലാകാരന്മാർക്ക്, ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഈ ശുക്രൻ്റെ 5-ലേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ 16-നൊക്കെ ചൊവ്വയും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 5-ൽ വരുന്നുണ്ട്. ശുക്രനും ചൊവ്വയുമായിട്ടുള്ള യോഗം 5-ൽ വരുമ്പോൾ നമുക്ക് പ്രണയബന്ധത്തിനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മൾ സൂര്യനും 5-ൽ 14-ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വികാരഭരിതനാകുന്ന ഒരു അവസ്ഥയൊക്കെ ഒഴിവാക്കി പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ശുക്രൻ 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 11-ലേക്ക് ശുക്രൻ മാത്രമല്ല, 14-ന് സൂര്യൻ 5-ൽ വരുന്നു, 16-ന് ചൊവ്വ വരുന്നുണ്ട്. അപ്പം ഈ 2, 3, 4 ഗ്രഹങ്ങളിലേക്ക് ദൃഷ്ടി ഈ 11-ൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത്
നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ധനാഗമം കൂടുന്നതിനൊക്കെ വഴിതെളിക്കും. കരിയർ തലത്തിലായാലും ബിസിനസ് തലത്തിലായാലും അതുപോലെ സാമ്പത്തികമായിട്ട് അതുവഴി വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ധനസ്ഥിതി ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം. ഭാഗ്യഭാവതനായ ശുക്രൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് നല്ല കർമ്മം ചെയ്യുന്നതിനും അതുവഴി ഒരു തൊഴിലിലൊക്കെ ഉയർന്ന വിജയത്തിനും ഭാഗ്യ അനുഭവങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നു. ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന പദ്ധതികളിൽ പണം മുടക്കുന്നതിനും അവയ്ക്ക് വേണ്ടി ഉള്ള പ്ലാൻ ചെയ്യുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശുക്രൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ശുക്രൻ എന്നുള്ളത് മാത്രമല്ല, അഷ്ടമ ഭാവാധിപനുമാണ് ശുക്രൻ. അപ്പം ജന്മരാശ്യാധിപനും 8ാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ജനുവരി 13 അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 5 വരെ ആ ശുക്രൻ 4ാം ഭാവ രാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ ജന്മരാശ്യാധിപൻ സുഖസ്ഥാനത്ത് വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ കൂടുന്ന സമയമാണ്. കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന വാർത്തകൾ ശ്രവിക്കാൻ കഴിയും. ഇപ്പോൾ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ശുക്രൻ്റെ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സമയം എന്ന് പറയാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. അതുപോലെ ചിലർക്ക് ഈ ലക്ഷറി ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനും കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സമയം എന്ന് പറയാം. മാതൃബന്ധം വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അഷ്ടമ ഭാവാധിപൻ 4ൽ വരുന്നതിനാൽ നമ്മൾ ഈ ഭൂമിയൊക്കെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വീട് മാറുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ പണം മുടക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേസമയം അഷ്ടമഭാവാധിപനായ ശുക്രൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരിക എന്നുള്ളതുകൊണ്ട് പൊടുന്നനെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അത് ചിലപ്പോൾ ലോട്ടറി വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് വഴിയോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം. ചിലർക്ക് ഈ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ റിസർച്ച് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോയിൻ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഈ ശുക്രനോടൊപ്പം തന്നെ ഈ 16 മുതൽ ചൊവ്വയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ധനസ്ഥിതിയൊക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാം. സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ അതുപോലെ 14-നൊക്കെ സൂര്യനും ഈ 4-ൽ വരുന്നുണ്ട്. ചൊവ്വ 16-ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു. ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയങ്ങളാണ് എന്നുള്ളത് കൊണ്ട് പൊതുവേ നമുക്ക് നമ്മുടെ തൊഴിൽപരമായിട്ട് ഉയർച്ച, ബിസിനസ് പരമായിട്ട് നേട്ടങ്ങൾ, അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ, പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യതയുണ്ട്. എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക.
ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും, അതായത് ഈ നക്ഷത്രക്കാർക്കും വൃശ്ചിക ലഗ്നം വന്നിട്ടുള്ളവർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. ആ 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി 13-ന് 3ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഫെബ്രുവരി 5 വരെ ആ ശുക്രൻ 3ാം ഭാവ രാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 16 ആവുമ്പോൾ 3ാം ഭാവരാശിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ 14-ന് 3-ൽ വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3-ൽ നിൽക്കുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ആലോചനകളൊക്കെ ചിലപ്പോൾ ഊർജ്ജസ്വലമാകുന്നതിന് സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ ചിലപ്പോൾ യോഗം കാണുന്നുണ്ട്. പൊതുവെ ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. ജന്മരാശ്യാധിപനും ആ 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിനായിട്ടൊക്കെ വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ധൈര്യം, അവീര്യം, ഏത് കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള കഴിവ്, ഒരു നേതൃത്വ പാഠമൊക്കെ ഈ സമയത്തുണ്ടാകുമെന്ന് പറയാം. 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളി വഴി ഒക്കെ നമുക്ക് ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം. അതുപോലെ നമുക്ക് ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്തുണ്ടായെന്നൊക്കെ വരാം. അതേസമയം ഈ കുജനും ശുക്രനും ഒക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട്, അതുപോലെ സൂര്യനും ആ ശുക്രനുമായിട്ടൊക്കെ ബന്ധം വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അത് സങ്കീർണമാകാതെ നോക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി നമ്മൾ ആക്ട് ചെയ്ത് പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. കഴിവതും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും നമുക്കൊരു കെയർ വേണം. മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് പോകാൻ ശ്രമിക്കുക, അത് ഗുണം ചെയ്യും. ശുക്രൻ 12ാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് ആ 12ാം ഭാവാധിപൻ 3-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും പണച്ചെലവ് വേണ്ടി വരുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. 12ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 4-ലാണ്. അതിനാൽ ദൂരെ താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൂരെ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ നമ്മുടെ വീടിനടുത്തേക്കൊക്കെ ട്രാൻസ്ഫറിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ചെലവ് കൂടുന്നതിനുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അവിടെ ഒരു കെയർ വേണം. ഇപ്പോൾ 4-ലെ ശുക്രൻ, അതുപോലെ 4-ൽ വരുന്ന സൂര്യനും അതുപോലെ ചൊവ്വയൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ 9-ലാണ് ദൃഷ്ടി ചെയ്യുന്നത് ഈ ഗ്രഹങ്ങൾ. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ആ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് എന്നുള്ളത് അത് പൊതുവെ അത് ജീവിത പങ്കാളി വഴിയും അതുപോലെ തന്നെ ഉന്നത പഠനം, അതുപോലെ ഗവേഷണം, ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളിക്കോ ഒക്കെ തന്നെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിദേശ യാത്രകൾക്കോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേസമയം നമുക്ക് ദൂരയാത്രകളിലും ഷോപ്പിങ്ങിനും അതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാമ്പത്തിക ചിലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.